പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ആവശ്യങ്ങളുണ്ട്. മനസ്സിനകത്ത് ഒരുപാട് ഹാജത്തുകൾ കൊണ്ട് നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. മുഅ്മിനീങ്ങളായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹാജത്തുകളും ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞാൽ പറയേണ്ട രൂപത്തിൽ ചൊല്ലേണ്ടുന്ന ചില ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചില ദുആയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു ആ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും എന്നുള്ളതാണ്. അത്തരണത്തിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു ദിക്റിനെയാണ് ഇൻഷാ അള്ളാഹ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അറിവിലും അമലിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹങ്ങളൊക്കെയും വീടാൻ, ആവശ്യങ്ങളൊക്കെയും നിറവേറാൻ, ഹലാലായ എല്ലാ മുറാദുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തിത്തരാൻ കാരണമാകുന്ന, ഉതകുന്ന, സഹായിക്കുന്ന അത്ഭുതകരമായ ഈ ദിക്ർ ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടപ്പെട്ട അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് കമൻറ്റ് സെക്ഷനിലും മറ്റുമായിട്ടൊക്കെ അറിയിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവിധ വിഷമങ്ങളും മാറ്റിക്കൊടുക്കട്ടെ, ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കട്ടെ, കടങ്ങൾ വീട്ടിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആഗ്രഹങ്ങൾ സഫലമാകാൻ മുത്തുനബിതങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ദിക്റിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലീ ഹാജത്തുൻ ഇലല്ലാഹി തആല ഫബിമാ അതവസ്സലു ഇലൈഹി. അള്ളാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് നബിയെ, ഒരുപാട് ഹാജത്തുകളുണ്ട്. അള്ളാഹുവിനോട് എങ്ങനെയാണ് ഞങ്ങൾ ചോദിക്കേണ്ടത്? ഏത് രീതിയിലാണ് അള്ളാഹുവിനോട് ഞങ്ങൾ ചോദിക്കേണ്ടത്? എന്തു പറഞ്ഞിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രതിപാദിക്കേണ്ടത് എന്നൊന്ന് പഠിപ്പിച്ചു തരുമോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തു നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു ദിക്ർ. മൻ കാനത് ലഹു ഹാജത്തുൻ ഇലല്ലാഹി തആല, ആർക്കെങ്കിലും അള്ളാഹുവിനോട് എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാനുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ ഫൽ യസ്ജുദ്, ആദ്യമായിട്ട് അവൻ സുജൂദിൽ കിടക്കട്ടെ. എന്നിട്ട് ഫൽ യഖുൽ ഫി സുജൂദിഹി, അവൻ ആ സുജൂദിൽ പറയട്ടെ 40 മറ, 40 പ്രാവശ്യം ഈ പറയാൻ പോകുന്ന ദിക്ർ ആ സുജൂദിൽ ഇരുന്നു കൊണ്ട് പറയട്ടെ. വയുഷീറു ബി അസ്ബഇഹി, അവൻ്റെ വിരലുകൾ അള്ളാഹുവിലേക്ക് അവൻ സൂചിപ്പിച്ചുകൊണ്ട് 40 പ്രാവശ്യം അള്ളാഹുവിലേക്ക്, ആ വിരലുകൾ അള്ളാഹുവിലേക്ക് സുജൂദിൽ കിടന്നുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട്, ഇഷാറത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അവൻ പറയട്ടെ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ സുജൂദിൽ കിടന്നുകൊണ്ട് 40 പ്രാവശ്യം അവൻ പറയട്ടെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫഇന്നഹു തുസ്തജാബു ദഅവതുഹു, അങ്ങനെ ചൊല്ലിയവൻ്റെ ദുആ ഉണ്ടല്ലോ, 40 പ്രാവശ്യം ചെയ്തവൻ്റെ ദുആഇന് അള്ളാഹു ഉത്തരം കൊടുക്കുന്നതാണ്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും, ആ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയില്ല. ഇത് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ 40 പ്രാവശ്യം സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ആഗ്രഹം സഫലമാക്കി തരണമെന്ന ഒറ്റ നിയ്യത്തിൽ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ആഗ്രഹം എന്താണെങ്കിലും റബ്ബ് തആല നടത്തിത്തരും എന്നുള്ളതാണ്. ഇത് പറയുന്നത് ഈമാനുള്ളവരോടാണ്, ഇസ്ലാമായവരോടാണ്, മുഅ്മിനീങ്ങളോടാണ്, മുഖ്ലിസീങ്ങളോടാണ്. അല്ലാതെ വെറുതെ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന ആളുകളോടല്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്, സൂചിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ റബ്ബ് സ്വീകരിക്കണം എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന, ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തിത്തരാൻ കാരണമാകുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ?
ഒരുപാട് പേർക്ക് ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങൾ സൃഷ്ടിച്ച ഒരു അത്ഭുതകരമായ ദിക്ർ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ പഠിച്ച ദിക്ർ എന്നുള്ളത്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ആപത്ത്, ഇടങ്ങേറ്, മുസീബത്ത്, ലഅനത്തുകളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അവൻ്റെ ഇഷ്ടപ്പെട്ട, അവൻ തൃപ്തിപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.